നമ്മുടെ കേരളത്തിന്റെ അഭിമാന താരമായ ലാലേട്ടനെ കുറിച്ച് നമുക്ക് കേരള PSC വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. കാരണം ഈ പിക്ചർ നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും കണ്ടതാണ് ലാലേട്ടൻ നമ്മുടെ രാഷ്ട്രപതിയിൽ നിന്നും ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയിട്ടുള്ളത്. 2023 ഏറ്റവും മികച്ച അല്ലെങ്കിൽ ഏറ്റവും എന്താ പറയുക സമഗ്ര സംഭാവനയ്ക്കുള്ള ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയതാണ്. അദ്ദേഹത്തിന് കിട്ടിയത് 2025 സെപ്റ്റംബർ മാസമാണ്. അത് ഓർമ്മ വേണം. അതിനുശേഷം നമുക്ക് നോക്കാം ഇദ്ദേഹത്തിന് നമ്മുടെ ലാലേട്ടന് കിട്ടിയത് മലയാളികളിൽ നിന്നും എത്രാമത്തെ ആളാണെന്ന് വെച്ചാൽ രണ്ടാമത്തെ ആളാണ്. 2004 അടൂർ ഗോപാലകൃഷ്ണൻ ശേഷമാണ് നമ്മുടെ ലാലേട്ടന് എന്ത് കിട്ടിയിട്ടുള്ളത്, നമ്മുടെ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡിൽ കേരളത്തിൽ മലയാളികളിൽ രണ്ടാമത്താണ്. ദെൻ ഇദ്ദേഹത്തിൻ്റെ മറ്റു ചരിത്രങ്ങൾ നമുക്ക് നോക്കാം. ലാലേട്ടൻ്റെ ചരിത്രം നോക്കാം. ലാലേട്ടനെ ശരിക്കും പറഞ്ഞാൽ ലാലേട്ടൻ്റെ ജനനം വരുന്നത് 1960 വരുന്നത് ജനനം വരുന്നത്. ദെൻ അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം എന്ന് പറഞ്ഞാൽ മോഹൻലാൽ. 1960 അദ്ദേഹത്തിൻ്റെ ജനനം വരുന്നത്. മോഹൻലാൽ വിശ്വനാഥൻ നായർ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ലാലേട്ടൻ്റെ പൂർണ്ണനാമം. ലാലേട്ടൻ ജനിച്ചത് 1960 അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം മോഹൻലാൽ വിശ്വനാഥൻ നായർ എന്നാണ് ലാലേട്ടൻ്റെ പൂർണ്ണനാമം വരുന്നത്. ലാലേട്ടൻ്റെ ചരിത്രം നമുക്ക് നോക്കാം. മറ്റൊരു ചരിത്രം സിനിമാ മേഖലയിലെ ചരിത്രം നമുക്ക് നോക്കാം. അതായത് ആദ്യമായി സിനിമയിൽ ഇറങ്ങിയത് എപ്പോഴാണ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ എന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങിയ നമ്മൾ കണ്ട സിനിമയാണ് ഈ കാണുന്ന മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ അഭിനയിച്ച ആദ്യ സിനിമ തിരനോട്ടമായിരുന്നു. അത് സിനിമ വെള്ളിത്തിരിയിൽ ഇറങ്ങിയിട്ടില്ല, പുറത്തിറങ്ങിയിട്ടില്ല. നമ്മൾ കരുതും വിജയിക്കുന്ന എല്ലാവരും എന്താ തുടക്കത്തിലേ വിജയിച്ച് വരുന്നതാണെന്നുള്ളത്. എന്നാൽ വിജയത്തിൻ്റെ രാജ്യത്തിലെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ലാലേട്ടൻ്റെ ഫസ്റ്റ് സിനിമ പെട്ടിയിലായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയില്ല. എന്തായാലും അറിഞ്ഞിരിക്കേണ്ട സംഭവമാണ്. പരാജയത്തിൽ നിന്നും വിജയത്തിൻ്റെ ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുകയാണ് ലാലേട്ടൻ. നമുക്ക് നോക്കാം ഇദ്ദേഹത്തിന് ഈ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ സിനിമയിലെ സംവിധായകൻ ആരാ വെച്ചാൽ ഫാസിലാണ്. അത് ഓർമ്മ വേണം. അതുപോലെ തന്നെ നെക്സ്റ്റ് നോക്കാം നമുക്ക് ദേശീയ അവാർഡുകൾ. അദ്ദേഹത്തിന് കിട്ടിയ ദേശീയ അവാർഡുകളെ കുറിച്ച് നമുക്ക് നോക്കാം. 1991 ഭരതത്തിലെ അഭിനയത്തിന് ലാലേട്ടൻ എന്ത് ചെയ്യുന്നത് അവാർഡ് നേടുന്നത്. അതായത് മികച്ച നടനുള്ള ദേശീയ അവാർഡ്, രാജ്യത്തെ ഏറ്റവും മികച്ച നടനുള്ള അവാർഡ് കിട്ടുന്നത് ഭരതത്തിനാണ് ആദ്യമായി കിട്ടുന്നത്. 1991 ഇതിൽ രണ്ടാമത് കിട്ടിയുള്ളത് വാനപ്രസ്ഥത്തിനാണ് കിട്ടിയത്. 2000 വാനപ്രസ്ഥം കിട്ടിയത്. 2000 വാനപ്രസ്ഥം കിട്ടിയിട്ടുള്ളത്. ഇതിന് അതിനുശേഷം നമുക്ക് നോക്കാം 5 എണ്ണം കിട്ടിയത് പറഞ്ഞു. അപ്പോൾ അതിൽ 3 എണ്ണം എന്താണ് സ്പെഷ്യൽ ജൂറി അവാർഡുകളാണ്. അതായത് സ്പെഷ്യൽ ജൂറി അവാർഡുകളാണ് ബാക്കി 3 എണ്ണം ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഇതില്ലാതെ മറ്റു രീതിയിലൊക്കെ രാജ്യം ലാലേട്ടനെ അനുമോദിച്ചിട്ടുണ്ട്. അതേതൊക്കെ നമുക്ക് നോക്കാം. മുൻപ് 2001 ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത് അദ്ദേഹത്തിന് പത്മശ്രീ അവാർഡ് നേടിയിട്ടുള്ളത്. പത്മശ്രീ അവാർഡ് ലാലേട്ടൻ നേടിയിട്ടുള്ളത് 2001 2001 പത്മശ്രീ അവാർഡ് നേടിയിട്ടുള്ളത് KR നാരായണൻ നമ്മളെ രാഷ്ട്രപതിയിൽ നിന്നാണ് നേടിയിട്ടുള്ളത്. അതിനുശേഷം 2009 ലാലേട്ടന് വീണ്ടും മറ്റൊരു രാജ്യത്തിന് അംഗീകാരം ലഭിക്കുകയുണ്ടായി. അതായത് ടെറിട്ടോറിയൽ ആർമിയിലെ ലെഫ്റ്റനന്റ് കേണൽ പദവിയാണ് ലാലേട്ടൻ നേടിയിട്ടുള്ളത്. 2009 നേടിയിട്ടുള്ളത്. മറന്നുകൂടെ, 2009 ലെഫ്റ്റനന്റ് കേണൽ പദവി നേടിയിട്ടുള്ളത്. പത്മശ്രീ ആദ്യമായി നേടിയിട്ടുള്ളത്. അതായത് രാജ്യത്തെ സിവിലിയൻ പരമോന്നത ബഹുമതിയിലെ 4ാമത്തെ പത്മശ്രീ നേടിയിട്ടുള്ളത് 2001 ലെഫ്റ്റനന്റ് കേണൽ പദവിയും അതുപോലെ തന്നെ പത്മശ്രീയും നേടിയ ശേഷം തന്നെ അതുപോലെ തന്നെ വേറൊരു അവാർഡ് കിട്ടുന്നത് അദ്ദേഹത്തിന് 2019 പത്മഭൂഷണാണ് കിട്ടുന്നത്. പത്മഭൂഷൺ നേടുന്നത് രാംനാഥ് കോവിന്ദ്, നമ്മുടെ അന്നത്തെ രാഷ്ട്രപതിയായ രാംനാഥ് കോവിന്ദിൽ നിന്നാണ് പത്മഭൂഷൺ നേടിയിട്ടുള്ളത്. പത്മഭൂഷണാണ് കേട്ടോ. നെക്സ്റ്റ് ഇതുപോലെ തന്നെ നമുക്ക് ദേശീയ അവാർഡുകളും ദേശീയ അനുമോദനങ്ങൾക്കും ശേഷം നമുക്ക് സംസ്ഥാന അവാർഡുകളെ കുറിച്ച് ചെയ്യാം. സംസ്ഥാന അവാർഡുകൾ ഏതൊക്കെ എപ്പോഴൊക്കെ കിട്ടിയെന്നുള്ളത് നമുക്ക് നോക്കാം. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച നടനുള്ള അവാർഡുകൾ അദ്ദേഹത്തിന് ആദ്യം കിട്ടുന്നത് 1996 ഏതൊക്കെ പടം വെച്ചാൽ സിനിമ സ്ഫടികം, അതുപോലെ തന്നെ കലാപാനി തുടങ്ങിയ സിനിമയിലെ അഭിനയത്തിനാണ് ഏറ്റവും മികച്ച നടനുള്ള അവാർഡ് 1996 ആദ്യമായിട്ട് സംസ്ഥാന അവാർഡ് കിട്ടുന്നത്. സംസ്ഥാനത്ത് ഈ ഒരു 4 അവാർഡ് അല്ല കേട്ടോ. അതായത് സംസ്ഥാനത്തെ മികച്ച നടനുള്ള സംസ്ഥാന സർക്കാർ നൽകുന്ന അവാർഡാണ് ഇതൊക്കെ. എന്നാൽ ഇതല്ലാതെ പിന്നെ എല്ലാ രീതിയിലും അതായത് ഒരുപാട് ആൾക്കാർ സംസ്ഥാനത്തെ അവാർഡ് കൊടുക്കുക. അതായത് മാതൃഭൂമി അങ്ങനെ കുറേ ആൾക്കാർ ഏറ്റവും മികച്ച നടനുള്ള അവാർഡ് കൊടുക്കുന്നുണ്ട്. അതെല്ലാം തന്നെ മോഹൻലാൽ നേടിയിട്ടുണ്ട്. നെക്സ്റ്റ് 2000 വാനപ്രസ്ഥത്തിനാണ് 2000 വീണ്ടും അവാർഡ് കിട്ടുന്നത്. 2006 തന്മാത്ര എന്ന സിനിമയിലെ അഭിനയത്തിനാണ് 2006 2008 പരദേശി എന്ന സിനിമയ്ക്കാണ് ചെയ്യുന്നത് സംസ്ഥാന അവാർഡുകൾ. 4 സംസ്ഥാന അവാർഡുകളാണ് സംസ്ഥാനത്തെ മികച്ച നടനുള്ള അവാർഡുകളാണ് ലാലേട്ടൻ നേടിയിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് ഇദ്ദേഹത്തിൻ്റെ മറ്റു പ്രത്യേകതകൾ നോക്കാം. ഇദ്ദേഹം അഭിനയിച്ച സിനിമകളിലെ മറ്റ് പ്രത്യേകതകൾ എന്തൊക്കെയുണ്ട് നോക്കാം. PSC ചോദിക്കാൻ സാധ്യതയുള്ള മറ്റ് പ്രത്യേകതകൾ എന്തൊക്കെയുണ്ട് നമുക്ക് നോക്കാം.
അതായത് മറ്റു നേട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ലാലേട്ടനെ നോക്കുകയാണെങ്കിൽ ചിത്രം, നമ്മുടെ ഫസ്റ്റ് കാണുന്ന ഈ ചിത്രം എന്ന് പറഞ്ഞ സിനിമയിൽ നമുക്ക് എന്താ പ്രത്യേകത, നമ്മുടെ മലയാള സിനിമയിൽ 365 ദിവസവും പ്രദർശനം നടത്തിയിട്ടുള്ള തിയേറ്ററുകളിൽ പ്രദർശനം നടന്നിട്ടുള്ള സിനിമയാണ്, ആദ്യത്തെ സിനിമയാണ് എന്ത് ചിത്രം എന്ന സിനിമ വരുന്നത്. നമുക്ക് ഈ രണ്ടാമത്തെ പിക്ചർ നോക്കാം. ഗുരു എന്ന സിനിമയിലെ പിക്ചറാണ്. ഈ പിക്ചറിൽ എല്ലാവർക്കും നല്ല പരിചയമുള്ള പിക്ചറാണിത്. ഈ സിനിമയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ഓസ്കാറിന് നാമനിർദ്ദേശം ലഭിക്കപ്പെട്ട മലയാള സിനിമകളിൽ ഒന്നാണ് നമ്മൾ ലാലേട്ടൻ്റെ സിനിമയാണ് ഗുരു വരുന്നത്. ഇത് കൂടാതെ നമുക്ക് നോക്കാം പ്രത്യേകത എന്ന് പറഞ്ഞാൽ മലയാള സിനിമയിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ, അതായത് ആദ്യമായിട്ട് 100 കോടി ക്ലബിൽ കടന്നിട്ടുള്ള സിനിമയാണ് ലാലേട്ടൻ്റെ പുലിമുരുകൻ എന്ന സിനിമ. എല്ലാവർക്കും അറിയാം അന്നത്തെ റേറ്റ് തന്നെ, ടിക്കറ്റ് റേറ്റ് തന്നെ 70 രൂപ 80 രൂപ ഉള്ള സമയത്ത്, മാക്സിമം ഉള്ള സമയത്താണ് 100 കോടി ക്ലബിൽ അന്ന് കയറിയിട്ടുള്ളത്. ഇതിന് അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ലാലേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലാലേട്ടൻ എന്ത് വെച്ചാൽ അവയവദാന, കേരളത്തിൻ്റെ അവയവദാന മൃതസഞ്ജീവനി എന്ന പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസഡറാണ് ലാലേട്ടൻ നിലവിൽ. അതും PSC ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. മൃതസഞ്ജീവനി പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസഡർ ആരാണെന്ന് വെച്ചാൽ ലാലേട്ടനാണ്. ഇതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റും ലാലേട്ടൻ്റെ മറ്റൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ, ലാസ്റ്റ് പറയാനുള്ളത് ലാലേട്ടന് 2 തവണ ഡോക്ടറേറ്റ് നേടിയിട്ടുണ്ട്. അതേതൊക്കെ നമുക്ക് നോക്കാം. അതായത് 2 തവണ ഡോക്ടറേറ്റ് അതായത് ആദരിച്ചുകൊണ്ട് കൊടുത്താണ് യൂണിവേഴ്സിറ്റികൾ. ഒന്ന് കൊടുത്തുള്ളത് 2010 ശ്രീശങ്കരാചാര്യ കാലടി യൂണിവേഴ്സിറ്റിയാണ് അദ്ദേഹത്തിന് വേണ്ടിയിട്ട്, അദ്ദേഹത്തിന് ഹോണററി ഡോക്ടറേറ്റ് നൽകിയുള്ളത്. രണ്ടാമത് നൽകിയുള്ളത് ആരാ വെച്ചാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2018 അദ്ദേഹത്തിന് എന്ത് ചെയ്തത് ഡോക്ടറേറ്റ് നൽകി ആദരിച്ചത്. ലാലേട്ടനെ കുറിച്ച് ഈ വിവരങ്ങൾ മാത്രമല്ല, ഒരുപാട് വിശേഷങ്ങളുണ്ട്. അതൊന്നും PSCക്ക് ആവശ്യമില്ലാത്ത സംഭവങ്ങളാണ്. എന്നാലും ഈ ലാലേട്ടനെ കുറിച്ചുള്ള ഈ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയറും ചെയ്യാം. ഓക്കെ, എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.